ഫെമിനിച്ചി ഫാത്തിമ, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ആൻഡ് എഡിറ്റഡ് ബൈ ഫാസിൽ മുഹമ്മദ്. നല്ലൊരു സിനിമ, വളരെ മനോഹരമായ ഒരു മെസ്സേജ് കൊടുത്തിട്ടുള്ള സിനിമ. പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഫാത്തിമയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഷംല ഹംസ, കൂട്ടുകാരിയായിട്ട് അഭിനയിച്ചിട്ടുള്ള വിജയ് വിശ്വനാഥ്, ഫാത്തിമയുടെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചിട്ടുള്ള കുമാർ സുനിൽ. ഇനി കഥയിലേക്ക് വരാം. മതം പറഞ്ഞ പ്രകാരം മാത്രം ജീവിച്ചു പോകുന്ന ഒരു കൊച്ചു മുസ്ലിം കുടുംബം. അതിൽ ഗൃഹനാഥന് ഉസ്താദാണ്, ഭാര്യ ഫാത്തിമ ഹൗസ് വൈഫ്, അവരുടെ 3 കുട്ടികൾ, അവരുടെ അമ്മായിയമ്മ. ഇത്രയും അടങ്ങുന്നതാണ് അവരുടെ കുടുംബം. ഫാത്തിമയും കുട്ടികളും കിടക്കുന്ന ബെഡ് ഒരു ദിവസം കുട്ടികൾ ഒരാൾ മൂത്രമൊഴിച്ചിട്ട് അഴുക്കാക്കുകയും അത് ക്ലീൻ ചെയ്യാനെന്നോണം പുറത്ത് വയ്ക്കുന്ന സമയം ഒരു നായ വന്ന് അത് വീണ്ടും വൃത്തികേടാക്കുകയും മൂത്രമൊഴിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും അറിയാം, മുസ്ലിം മതപ്രകാരം നായ അവർക്ക് ഹറാമാണ്. അതുകൊണ്ട് തന്നെ ആ കിടക്ക ഉള്ളിലേക്ക് വീണ്ടും എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളും പിന്നീട് മുന്നോട്ട് എന്ത് സംഭവിക്കുന്നു എന്നാണ് ഈ സിനിമ കാണിച്ചു തരുന്നത്. ഞാൻ ഓൾറെഡി മലപ്പുറത്താണ് ജനിച്ചു വളർന്നതും പഠിച്ചതുമല്ല, ഒരു ഉൾനാട്ടിൽ. അവിടെയുള്ള സിറ്റുവേഷൻ ഞാൻ കണ്ടതും കേട്ടതൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് എത്രത്തോളം കണക്റ്റായി എന്നറിയില്ല, ബട്ട് കേരളത്തിൻ്റെ ഉൾനാടുകളിൽ ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. പല മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും സ്ത്രീകൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി അടുക്കളയിൽ തന്നെ ആകെയുള്ള ജീവിതോദ്ദേശം എന്ന് പറയുന്നത് പ്രസവം മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന പല വീടുകളും കേരളത്തിൽ ഇന്നും ഉണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ബട്ട് അതൊക്കെ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഈ സിനിമ കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പുതിയ വഴിയാണ് കാണിച്ചു തരുന്നത്. സ്ട്രഗ്ലിങ്ങിൻ്റെ, സ്വന്തം അഭിപ്രായത്തിൻ്റെ, സ്വന്തം സ്വാതന്ത്ര്യത്തിൻ്റെ. അഭിനയത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഫാത്തിമയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഷംല ഹംസ, അവർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അഭിനയിച്ചത്, നാച്ചുറൽ ആക്ടിങ്. അവരുടെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചിട്ടുള്ള കുമാർ സുനിൽ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് അയാളെ പിടിച്ച് റോട്ടിലൊന്നും വരുതാൻ തോന്നും. അമ്മാതിരി ഒരു വെറുപ്പിക്കുന്ന ക്യാരക്ടറാണ്. ബട്ട് പുള്ളി നന്നായിട്ട് ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്തു. അതുപോലെ തന്നെ കൂട്ടുകാരിയായിട്ട് അഭിനയിച്ച വിജയ് വിശ്വനാഥ്, എല്ലാം ആ കുട്ടികളാണെങ്കിലും ആ സിനിമയിലെ എല്ലാവരും അവർക്ക് കിട്ടിയ റോള് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു പോയിട്ടുണ്ട്. ഇനി കഥയുടെ കാര്യം, തിരക്കഥയുടെ കാര്യമൊക്കെ ആണെങ്കിലും ഒരു സാധാരണ ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ മുമ്പിലേക്ക് നമ്മളൊരു ക്യാമറയും കൊണ്ട് ചെന്ന് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ആ ക്യാമറ അവിടെ വയ്ക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ അത് മാത്രമാണ് ഈ സിനിമയിലും കാണിക്കുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ അത് കാണുന്നില്ല, എല്ലാം നാച്ചുറലാണ്. കഥയുടെ പോക്കും തിരക്കഥയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയെല്ലാം മനുഷ്യരുണ്ടോ എന്ന് പോലും ചിന്തിക്കും നമ്മൾ. അത് സത്യമാണ്. കാലങ്ങളായിട്ട് ഇങ്ങനെ ജീവിച്ചു പോരുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു സിനിമ നാളെ കേരളത്തിൻ്റെ ഭാവി തന്നെ ചിലപ്പോൾ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു സിനിമയാണ് ഇത്. മാക്സിമം ആളുകൾ പോയി കാണണം. ഇങ്ങനെയുള്ള ചെറിയ സിനിമകൾ വിജയിച്ചു കഴിഞ്ഞാൽ സിനിമ ഉണ്ടാക്കുന്നവർക്കാണെങ്കിലും വളരെയധികം ഒരു പ്രചോദനമായിട്ട് മാറും.